നിങ്ങളെ ഈ മാനിഫെസ്റ്റേഷൻ വിഷൻ ബോർഡ് ഈ വക പരിപാടികളിലൊക്കെ വിശ്വസിക്കാറുണ്ടോ? ഞാനൊരു ഹെവി വിശ്വാസിയാട്ടോ. അല്ല, അധിക കാലമൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് കാലമായിട്ടേ ഉള്ളൂ വിശ്വസിക്കാനൊക്കെ തുടങ്ങിയിട്ട്. ഒരു 2 വർഷം മുൻപാണ് ഞാൻ ആദ്യമായിട്ട് വിഷൻ ബോർഡ് ഉണ്ടാക്കുന്നത്. സത്യം പറയാലോ, ആ ഒരു ടൈമിൽ വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ആ ഒരൊറ്റ റീസൺ കൊണ്ട് മാത്രമാണ് ഞാനന്ന് ഇത് ഉണ്ടാക്കി നോക്കിയത്. പക്ഷേ അന്ന് ഞാൻ ആ വിഷൻ ബോർഡിൽ ഒരു 10 കാര്യങ്ങൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 8 കാര്യം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ചില കാര്യങ്ങളൊക്കെ എങ്ങനെ പോലും നടക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. എന്നാലും ഒരു ഭംഗിക്ക് ഒട്ടിച്ചേക്കാന്ന് പറഞ്ഞ് ഒട്ടിച്ചതായിരുന്നു. അതടക്കം നടന്നു. അങ്ങനെ ഈ ഒരു കാര്യത്തിലോട്ട് ചെറിയൊരു ഇൻട്രസ്റ്റും വിശ്വാസവും ഒക്കെ അങ്ങോട്ട് വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യത്തിലോട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ആണ്. അങ്ങനെ ഏതെങ്കിലും ഒരു യൂട്യൂബ് ഇവന്റ് അറ്റൻഡ് ചെയ്യണം എന്നല്ലായിരുന്നു ഞാൻ മാനിഫെസ്റ്റ് ചെയ്തത്. ഞാനും അജിയും കൂടെ ഏതെങ്കിലും ഒരു ഇവന്റിന് പോകണം എന്നായിരുന്നു വിചാരിച്ചത്. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന ടൈമിലാണ് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. അത് ഞാനല്ല, അജി ആയിരുന്നു ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ ഇടയിൽ തുടങ്ങുന്നത്. അന്ന് എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അജി ആയിരുന്നു എന്റെ അടുത്ത് പറഞ്ഞത് ഒരു യൂട്യൂബ് ചാനൽ അങ്ങോട്ട് തുടങ്ങി. എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി വീഡിയോസ് ഒക്കെ ഇട്ട് ഏത് കാലത്ത് മോണിറ്റൈസ്ഡ് ആക്കി ഏത് കാലത്ത് പൈസ ഉണ്ടാക്കാനാന്ന് ഞാൻ ആദ്യം ചോദിച്ചത്. കാരണം അന്ന് ഞാൻ കുറെ ആൾക്കാരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഒരു 3-4 വർഷമൊക്കെ എടുത്തിട്ടാണ് യൂട്യൂബ് മോണിറ്റൈസ്ഡ് ആക്കിയെന്നൊക്കെയാണ്. അപ്പൊ അജിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്, നീ മറ്റുള്ള ആൾക്കാരുടെ കാര്യം ഒന്നും നോക്കണ്ട, നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, ഒരു ചാനൽ അങ്ങോട്ട് തുടങ്ങാം. അങ്ങനെ ക്ലാസ് ടൈമിൽ ഇരുന്ന് കുറെ നീഷൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ തുടങ്ങാം അങ്ങനെ തുടങ്ങാന്നൊക്കെ പറഞ്ഞ് ഒരു 2-3 ചാനൽ തുടങ്ങി. എല്ലാം പൊട്ടിപ്പാളീസായി. 10 സബ്സ്ക്രൈബേഴ്സ് പോലും തികച്ചില്ല, ഒരു 100 വ്യൂസ് പോലും തികച്ചില്ല. എന്നിട്ട് യൂട്യൂബ് ചാനൽ എന്നുള്ള പരിപാടി ഞാൻ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തി. എങ്ങനെയെങ്കിലും കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാം സ്മോൾ ബിസിനസ് ഒക്കെ തുടങ്ങിയിരുന്നു. അതും 8 നിലയിൽ പോയി. എന്തിനേറെ പറയുന്നു, കുറെ പ്രോഡക്റ്റ് ഒക്കെ വില കൊടുത്ത് വാങ്ങി അത് വിൽക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിൽ വരെ ഞാൻ തലയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വീണ്ടും യൂട്യൂബിലോട്ട് തിരിച്ചു. അങ്ങനെ വീണ്ടും ഞാനൊരു ചാനൽ തുടങ്ങി. ആ ചാനലിൽ നിന്നാണ് എന്റെ ലൈഫിലെ ആദ്യത്തെ സാലറി എനിക്ക് കിട്ടുന്നത്. ഈ ചാനലൊന്നും അല്ല, വേറൊരു ചാനലാണ്. അതിന് ഈവൻ ഇപ്പോഴും ഒരു 5K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളൂ. എന്നാലും അതിന്നാണ് എനിക്ക് ആദ്യമായിട്ട് കുറച്ച് പൈസ കിട്ടി തുടങ്ങിയത്. അത്ര വലിയ റീച്ചോ സബ്സ്ക്രൈബേഴ്സോ ഇല്ലാത്ത ചാനലായതുകൊണ്ട് എന്തായാലും യൂട്യൂബ് ഇവനൊന്നും വിളിക്കില്ല എന്ന് എനിക്ക് 100% ഉറപ്പായിരുന്നു. പക്ഷെ എന്നാലും മനസ്സിൽ എവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതെങ്കിലുമൊക്കെ ഇവന്റിന് പോകണം എന്നൊക്കെ. അങ്ങനെ വീണ്ടും കുറെ ചാനൽ ഉണ്ടാക്കി പൊട്ടി ഒരു 30 ചാനൽ ഉണ്ടാക്കിയതിന് ശേഷം ഞാനൊരു ചാനൽ ഉണ്ടാക്കി. അതാണ് കടിൽ ക്ലൗഡ്. എങ്ങനെയോ കുറച്ച് ക്ലച്ച് പിടിച്ചതിന്റെ ഭാഗമായിട്ട് ഒരുമിച്ച് ഞങ്ങൾക്ക് ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ദാറ്റ് ടു അജി അന്ന് ഉണ്ടാക്കിയ സെയിം ചാനൽ റെപ്രസെന്റ് ചെയ്തിട്ടായിരുന്നു വന്നത്. ആൻഡ് ഞാൻ കടിൽ ക്ലൗഡ് റെപ്രസെന്റ് ചെയ്തിട്ട്. ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന പരിപാടി എല്ലാവർക്കും വിശ്വാസമൊന്നും ഉണ്ടാവില്ല, വിശ്വസിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിചാരിച്ചിട്ട് കിട്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കൂ, എങ്ങാനും കിട്ടിയാലോ.